കനത്ത മഴ തുടരുമ്പോൾ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. മരങ്ങൾ കടപുഴകി വീണും നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കുമ്പളത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. മരങ്ങളും പോസ്റ്റുകളും കടപുഴകി വീണു. പനമ്പള്ളി നഗറിൽ കുടിവെള്ള പൈപ്പിനായി എടുത്ത കുഴിയിൽ കാറ് താഴ്ന്നു. മഴയിൽ എറണാകുളത്ത് 216 വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട്. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണുമാണ് അപകടങ്ങൾ. വൈദ്യുതി പോസ്റ്റുകളും നിലംപതിച്ചു. കുമ്പളം പഞ്ചായത്ത് 16-ാം വാർഡിൽ പായിപ്പുറത്ത് വീട്ടിൽ കെ കേശവന്റെ വീട് മരം വീണ് തകർന്നു. വീടിന്റെ പടിഞ്ഞാറവശം വരുമ്പോഴാണ് കടപുഴകി വീണതായിട്ട് കാണുന്നത്. ആദ്യം ഒടിഞ്ഞു വീണായിട്ട് എനിക്ക് തോന്നിയത്. മകന്റെ ഭാര്യയും ചെറിയ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ ദേഹത്തൊക്കെ ഓടിന്റെ കഷങ്ങളൊക്കെ വീണ് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. കുമ്പളം റെയിൽവേ സ്റ്റേഷനരികിലുള്ള 30ഓളം വീടുകൾ വെള്ളക്കെട്ട് ദുരിതത്തിലാണെന്ന് വാർഡംഗം സഞ്ജയ് കുമാർ പറഞ്ഞു. വേലിയേറ്റ സമയത്ത് വലിയ വെള്ളക്കെട്ടാണ്. കുമ്പളം ഗ്രാമപഞ്ചായത്തിലും പൊതുവെ ഒരു 100 കണക്കിന് അപകടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാർഡിൽ മാത്രം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമായിട്ട് 24ഓളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മതിൽ വീഴൽ, മരം വീഴൽ, പോസ്റ്റ് ഒടിഞ്ഞ് വീഴൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ എൻ്റെ വാർഡിലാണ് ഈ വീട് ഇപ്പോൾ നിലവിൽ പൊളിഞ്ഞിരിക്കുന്നത്. അടുത്തുള്ള വലിയൊരു തോട്ടിലേക്ക് പോകുന്ന വേലിയേറ്റം വേലിയിറക്കം വരുന്ന തോട്ടിലേക്കുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ട് ഇവിടെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുകയാണ്. റെയിൽവേ എടുത്ത് ഇപ്പോൾ കുമ്പളത്ത് 3 തോടുണ്ട്. മെയിൻ തോടുകൾ: വെണ്ടാട് തോട്, കരുത്തോട്, മുട്ടുക്കത്തോട്. ഈ തോട് 3 അടഞ്ഞുപോയി. 4 കാണ അടഞ്ഞുപോയി. കൊച്ചി പനമ്പള്ളി നഗറിന് സമീപം കൊയ്ത്തറ റോഡിൽ കാർ കുഴിയിൽ വീണു. കുടിവെള്ള പൈപ്പിനായി എടുത്ത കുഴിയിലാണ് ഇന്നലെ രാത്രി കാർ വീണത്. ആർക്കും പരിക്കില്ല. കനത്ത മഴയ്ക്കിടെ മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ലാതെ രാത്രിയിൽ റോഡ് കുഴിച്ചതാണ് അപകട കാരണം. ഇത്രയും കാലാവസ്ഥ മോശമായിരിക്കുന്ന സമയത്ത് ഇന്നലെ രാത്രിയിൽ പച്ചപ്പാതിരാക്ക് കോരിച്ചൊരിയണ മഴയത്ത് ഒരു മുന്നറിയിപ്പുകളോ ഒന്നുമില്ല, ഒരു സംവിധാനങ്ങളും ഇല്ലാതെ 2 JCB കുറേ മെറ്റലൊക്കെ ആയിട്ട് വന്ന് അങ്ങോട്ട് കണ്ടം മുണ്ടം കുത്തിപ്പിടിച്ച് അങ്ങോട്ട് പോയി. അപ്പുറത്ത് വലിയൊരു അഗാധഗർത്തം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇടമലയാറിലും നേര്യമംഗലത്തുമെല്ലാം തീവ്രമഴയായിരുന്നു രേഖപ്പെടുത്തിയത്. വെള്ളക്കെട്ടിനൊപ്പം വ്യാപക കൃഷിനാശവുമുണ്ടായി. കനത്ത മഴ തുടരുമ്പോൾ എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഒപ്പം തന്നെ മരം കടപുഴകി വീണുള്ള അപകടങ്ങളും പോസ്റ്റുകൾ വീണുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.